വളരെയധികം എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് ഒരു ഫിലിം തിയേറ്ററിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പടക്കളം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ദാറ്റ്. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റിൽ? അല്ല, ഇത് ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു, ബിക്കോസ് തുടരും എന്ന് പറയുന്ന സിനിമ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടക്കളം എന്ന് പറയുന്ന ഒരു എന്താണ് ആ ജോണറെന്ന് മനസ്സിലാവാതെ ഇപ്പം പലരും എന്നോട് സിനിമ കണ്ടിട്ട് ചോദിച്ചു, ഒരു ജസ്റ്റ് ഒരു കോമഡി ഫിലിം എന്നാണ് വിചാരിച്ചത്. ബിക്കോസ് അതിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ മൂഡോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രീ റിലീസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ അതിൻ്റെ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് അധികം റിവീൽ ചെയ്യാതുള്ളൊരു പ്രൊമോഷനാണ്, വളരെ സട്ടിലായിട്ടുള്ളൊരു പ്രൊമോഷനിലാണ് വരുന്നത്. അപ്പോൾ ഇത് കോളേജ് അവധിക്ക് തന്നെ റിലീസ് ചെയ്യണം എന്ന് ഒരു എൻ്റെ പ്ലാനിൽ അതുണ്ടായിരുന്നു. കാരണം ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒരു കുടുംബത്തിന് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പേർപ്പസ്ലി അതിനകത്ത് ഒരു തെറിവാക്കോ അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പം ഒരു സർപ്രൈസ് ജോണറായിരുന്നു. സോ വി വർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ബട്ട് കണ്ടന്റിൽ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തിരുന്നു. ലൈക്ക് ഈ കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടും, അത് എൻ്റർടൈനിങ് ആണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തുടരും തിയേറ്ററിൽ വളരെ ശക്തമായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, റിലീസ് മാറ്റി വയ്ക്കുന്നോ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊച്ചു പടം ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. അത് കൂടാതെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ 3-4 സിനിമകൾ വേറെയുണ്ട്. ലിസ്റ്റൺ ദിലീപ് കോംബോ സിനിമ വരുന്നു. അപ്പോൾ ഐ സെഡ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആടിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു. ഒരാഴ്ച പോലും ഇല്ല. അത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഇതിൻ്റെ റിലീസ് ഇതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് നടന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. ഓരോ ഡേറ്റ് നോക്കുമ്പോഴിപ്പം ആദ്യം ഫെബിൽ ഇറക്കാൻ നോക്കി, അപ്പം കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയില്ല. അത് കൂടാതെ ഫെബിലും ഇതേപോലെ ഇത് വാലന്റൈൻസ് ഡേക്ക് Feb 14 ഇറക്കണം എന്ന് വിചാരിച്ചാണ്. അത് നടന്നില്ല. അതിനുശേഷം പിന്നെ നോമ്പ് കാലമായി. അതിനുശേഷം എമ്പുരാൻ വന്നു. എമ്പുരാൻ്റെ കണ്ടിന്യൂഷനായിട്ട് വിഷുവിന് 4 പടങ്ങൾ വന്നു. ഒരേ ജോണർ എന്ന് പറയാൻ പറ്റില്ല, ഒരേ ടാർഗറ്റ് ഓഡിയൻസാണ്. ഇപ്പം ജിംഖാനയും മരണമാസും അതേ ഒരു യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് വെച്ച് അതും ഒഴിഞ്ഞു നിന്നു. അപ്പോൾ April 26 റിലീസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വിഷു കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ പ്ലാൻ തുടങ്ങി. ആ ഡേറ്റിൽ തന്നെ തുടരും വന്നു. പിന്നെ എപ്പോൾ എന്നിങ്ങനെ ആലോചിച്ചു. ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ കണ്ടൻറ്റ്. ഇന്ന് നമ്മൾ 4 ആഴ്ച കഴിഞ്ഞ് 5-ാം ആഴ്ചയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ലൈക്ക് അക്സെപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ബിക്കം എ സൂപ്പർ ഹിറ്റ്. ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതൊരു 11-ാം ദിവസം തന്നെ ഞാൻ പ്രോഫിറ്റിലെത്തി. എനിക്ക് സന്തോഷം വന്നാലല്ലേ ഉള്ളൂ. ചിലപ്പോൾ സംഭവിക്കാറുള്ളത്, പടം സൂപ്പർ ഹിറ്റെന്ന് ഡിക്ലെയർ ചെയ്യും. ചിലപ്പോൾ കോസ്റ്റ് കൂടുതലോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷം വരണമെന്നില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും അച്ചീവ് ചെയ്തു. കാരണം എനിക്ക് ഇത്രയും മെസ്സേജസ് വന്ന ഒരു സിനിമ, അതായത് എല്ലാവരും ഒരു നെഗറ്റീവ് പോലും പറയാതെ കാണുന്നവരെല്ലാം, അത് റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് നോർമൽ ഓഡിയൻസ് ആണെങ്കിലും കണ്ടവരെല്ലാം, അതിപ്പോൾ എനിക്ക് ഹോം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്, അത് വേറൊരു ജോണറാണ്, എനിക്ക് ഇത്രയും മെസ്സേജസ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളത് ഇതിനാണ്. പ്രോബബ്ലി ചിലപ്പോൾ മങ്കിപ്പൻ പോലൊരു സിനിമയ്ക്ക് വന്നേക്കാം, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഇത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത ഒരു സിനിമ എന്ന ഇതും കൊണ്ടും കൂടെ ആയിരിക്കാം അത്രയേറെ മെസ്സേജസ് എനിക്ക് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഹോളിഡേ മൂഡിൽ വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത്. കൊച്ചുപടം നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഇത് കൊച്ചുപടം അല്ലായിരുന്നു, അതാണ് എല്ലാവരും കൊച്ചുപടം നമ്മൾ ഈ കാസ്റ്റ് വെച്ചിട്ട് അതിനെ അസസ് ചെയ്യുന്ന ഒരു പ്രവണത മലയാളത്തിലുണ്ട്. പക്ഷെ ഞാനങ്ങനെ കാസ്റ്റ് വെച്ചിട്ട് പോകുന്ന ഒരാളല്ല. നമുക്ക് ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നുന്ന കാസ്റ്റിനെയാണ് നമ്മൾ വയ്ക്കാറ്. അത് ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ബാനറിനെ വിശ്വസിക്കൂ. ബിക്കോസ് പുതുമുഖ ഡയറക്ടറെയാണ് കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിനൊരു പാസ്റ്റ് ഇല്ല. സോ ആൻഡ് വെൻ യു ലുക്ക് അറ്റ് ദ കാസ്റ്റ്, ഓക്കെ, അമേസിങ് ആക്ടേഴ്സ്, ബട്ട് വാട്ട് യു കോൾ ഇറ്റ്, ദ സ്റ്റാർഡം എന്ന് പറയുന്ന, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. സ്റ്റാർഡം എന്ന് പറയുന്നത് ആദ്യ ഡേയിൽ ഐബോൾസിനെ അട്രാക്റ്റ് ചെയ്യാനും ഫുട്ഫോൾസ് ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിൽ ഇനി എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും സിനിമ മോശമാണെങ്കിൽ അത് വാഷ് ഔട്ടായി പോകും. അപ്പം അതുകൊണ്ട് ഐ ഫോക്കസ് ഓൺ കണ്ടൻറ് ആൻഡ് ഐ ടേക്ക് ആക്ടേഴ്സ് ഹു ക്യാൻ പെർഫോം ദറ്റ് ക്യാരക്ടർ ടു ദ ബെസ്റ്റ് ആൻഡ് ഹു ആർ
ഇപ്പോൾ ഹോമിൽ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ആ സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് ഇന്ദ്രൻ ചേട്ടനാണ് ആ സമയത്ത് ആപ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. പലരും ചോദിച്ചു ഇതെങ്ങനെ വർക്കൗട്ട് ആവും. ഞാൻ പറഞ്ഞു അത് ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. വർക്കൗട്ടായ അവാർഡ് ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയാൽ ഒരു സിനിമ വർക്കാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പടക്കളത്തിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര ത്രിൽഡായിരുന്നു. ആ ഫിലിം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും അവർ ആ ക്യാരക്ടറിൽ ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ഷറഫുദ്ദീൻ്റെ ഒക്കെ ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഇതിൽ അഴിഞ്ഞടി അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷറഫ് ആദ്യം തൊട്ടേ ഇത് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ പോയി ഇരുന്ന് ഇത് ഓൾമോസ്റ്റ് കൺവിൻസ് ആയി കഴിഞ്ഞ് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പുള്ളി ചോദിച്ചു. ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. പുള്ളി വളരെ ഒരുപാട് സിനിമകളിൽ പോയി അഭിനയിക്കുന്ന ആളല്ല. ഐ മീൻ ഈസ് വെരി സെലക്റ്റീവ് ആൻഡ് ഈസ് വെരി ക്ലിയർ ഇൻ വാട്ട് ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ദറ്റ് ക്യാരക്ടർ. ആൻഡ് വൺസ് പുള്ളി ആ ക്യാരക്ടറിലേക്ക് എത്തിയാൽ പുള്ളി തരുന്ന ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഐ തിങ്ക് ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പടക്കളം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വേറെ മലയാളത്തിലില്ല. നമുക്ക് സുരാജിന് ഒരുപാട് വെറൈറ്റി റോൾസ് കിട്ടിയിട്ടുണ്ട്, സുരാജിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനറിസംസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഫസ്റ്റിലുള്ള ഒരു മാനറിസം അല്ല സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഇടയിൽ പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തത്, ആക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇതിൽ തന്നെ പുള്ളി നോക്കിയിട്ട് എൻ്റെ ബാക്ക് ഇങ്ങനെയാണോ എന്ന് പറയുമ്പോൾ ഞാനൊരു സീനിലുണ്ട്, അവിടെ ബാക്കിലുണ്ട്. ഞാൻ തന്നെ അറിയാതെ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് ചിരിച്ചു. വേറെ ഉണ്ടായിരുന്നു 2-3 ഹ്യൂമർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരക്ടറിന് അത്രയും ചേഞ്ച് ഓവർ വേണ്ടെന്ന് പറഞ്ഞ് മനു അത് അതൊക്കെ കൈനിട്ടുന്നതാണ്. ഹി ഹാസ് ഇംപ്രൂവൈസ്ഡ് എ ലോട്ട്. ഐ മീൻ സുരാജും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യും. സ്പോട്ട് ഇംപ്രൂവൈസേഷൻ ചെയ്യുന്ന ആക്ടേഴ്സ് വളരെ കുറവാണ് മലയാളത്തിൽ. പക്ഷേ ഐ മീൻ വളരെ രസമായിട്ടുള്ള സ്പോട്ട് ഇംപ്രവൈസേഷൻസ് അതിൽ അങ്ങനെ 2 ആക്ടേഴ്സിന് ഈ സിനിമയിൽ കിട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്നു. എവിടെ നിന്നാണ് ഇത്രമാത്രം ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? അല്ലെങ്കിൽ എന്താണ് താങ്കളെ എനിക്ക് വേറൊരു പണിയും ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെയാണ്. ഞാൻ വേറൊരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല. സോ ദോ ഐ ഹവ് കം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി ഓൺലി 12 years ബാക്ക്. ബട്ട് അതിന് മുമ്പും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. സ്ക്രീനിൻ്റെ വലുപ്പം മാറിയെന്നേ ഉള്ളൂ. അപ്പം സ്മോൾ സ്ക്രീൻ ടു ബിഗ് സ്ക്രീൻ, ഒരു ചെറിയ ടെലിവിഷനിൽ നിന്നും ഇങ്ങോട്ട് വന്നു. ബട്ട് ദ ടെലിവിഷൻ ഹാസ് ഗിവൻ മി എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ്, നമ്മൾ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ഹോം വ്യൂയിങ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ആഴ്ചയും നമുക്ക് TRP റേറ്റിംഗ് കിട്ടുമ്പോൾ ഓരോ ആഴ്ചയും ഇവാലുവേഷൻ നടക്കുകയാണ്. എന്താണ് ഇന്ന് റേറ്റിംഗ് കൂടാൻ കാരണം, എന്താണ് ഇന്ന് റേറ്റിംഗ് കുറയാൻ കാരണം. അപ്പം നമ്മൾ ആ ഡയറക്റ്റ്ലി ഈ റേറ്റിങ്ങിൽ ഒരുപാട് സയൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഫാമിലി ഓഡിയൻസിൻ്റെ പൾസ് അസസ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ റേറ്റിംഗ് കൂടിയത്, എന്താണ് ഈ എപ്പിസോഡിന് റേറ്റിംഗ് കൂടിയത്, അത് അല്ലെങ്കിൽ അതൊരു സിറ്റ്കോം ആണെങ്കിലും അതൊരു റിയാലിറ്റി ഷോ ആണെങ്കിലും അതൊരു ഫിക്ഷൻ ആണെങ്കിലും നമ്മൾ അതിനോരോന്നിനും ഓക്കെ ഇന്ന ഒരു ആക്ടർ വന്ന് ഇന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് അതിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ അതിൽ വന്നിട്ടുണ്ട്, അത് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുന്നു. പിന്നെ ആഫ്റ്റർ സം ടൈം അത് ചിലപ്പോൾ ബോർഡായി തുടങ്ങും ഓഡിയൻസിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. വേറൊരു ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ബിഗ് സ്ക്രീനിലേക്കും കൊണ്ടുവരുന്നു.